ഇതിലൊന്നും മെയ്ഡ് ഇൻ ഇന്ത്യൻ്റെ സാധനമല്ല. ഇന്ത്യൻ്റെ പ്രൊഡക്റ്റുകൾ വേറുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് എന്താവും, ഫണ്ട് വരും. അപ്പം നമ്മളെ നാട് ചൈന പോലെ ഭയങ്കര സെറ്റപ്പാകും. വേറുള്ള ഇന്ത്യക്കാർ മെയിനായിട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കുറേ പള്ളി ഉണ്ടാക്കുക, നാട്ടിൽ കുറേ അമ്പലം ഉണ്ടാക്കുക, നാട്ടിൽ കുറേ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ പൈസ ജനങ്ങളോട് ഇടാൻ പറയുക. ആ പൈസ എടുത്തിട്ട് പുട്ടടിക്കുക നേതാക്കന്മാരും ഈ അമ്പലത്തിൻ്റെ ആൾക്കാരും ഈ പള്ളീൻ്റെ ആൾക്കാരും ഈ ക്രിസ്ത്യൻ പള്ളീൻ്റെ ആൾക്കാരൊക്കെ ഓല് പുട്ടടിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ബക്കറ്റിൽ നിങ്ങൾ സാധനങ്ങൾ കണ്ടില്ലേ, ഇത് മുഴുവൻ ടൂൾസാണ്. ഇതിൽ എന്തൊക്കെ ഇന്ത്യൻ്റെ സാധനം ഉണ്ട്, എന്തൊക്കെ ചൈനൻ്റെ സാധനം ഉണ്ട്, വേറെ ഏതൊക്കെ രാജ്യത്തിൻ്റെ സാധനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇന്ത്യൻ്റെ സാധനം വെറും 2 മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഇന്ത്യൻ്റെ അല്ല കേട്ടോ, ഇതൊക്കെ ചൈനൻ്റെ ആണ്. നമ്മളെ ടൈല് വെക്കുന്നത് ഇന്ത്യൻ്റെ സാധനം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇന്ത്യക്കാർ സാധനങ്ങൾ കയറ്റി അയക്കുന്നില്ല, ഒരു സാധനം പോലും കയറ്റി അയക്കുന്നില്ല. ജനങ്ങളെ ചാമ്പി ജീവിക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഭരണകൂടാണെങ്കിൽ ഓലും കണക്കാണ്. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും മെയ്ഡ് ഇൻ ഇന്ത്യൻ്റെ സാധനമല്ല. ഇന്ത്യൻ്റെ പ്രൊഡക്റ്റുകൾ വേറുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് എന്താവും, ഫണ്ട് വരും. അപ്പം നമ്മളെ നാട് ചൈന പോലെ ഭയങ്കര സെറ്റപ്പാകും. വേറുള്ള രാജ്യങ്ങളെ പോലെ വൻ സെറ്റപ്പാകും. ഇത് എത്രയേ സാധനങ്ങൾ കണ്ടില്ല, ഇതിൽ ഒരു സാധനം പോലും മെയ്ഡ് ഇൻ ഇന്ത്യൻ്റെ അല്ല. ഇന്ത്യൻ്റെ സാധനം ഉണ്ട്, നിങ്ങൾക്ക് കാണണോ? ഇതൊക്കെ ഒരു MC ഉണ്ട്. MC ഇത് ഒട്ടിക്കുന്ന സാധനമാണ്, ചുണ്ടുമ്മൽ ഒട്ടിക്കുന്നതല്ല. പിന്നെ അത് ഫെവിക്കോളും. ഈ 2 സാധനം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഇപ്പോൾ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഒരാൾ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു തരും. നമുക്കൊന്നും മിണ്ടാൻ പറ്റൂല. ഇത്രയും സാധനങ്ങൾ മുഴുവൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ചൈനയും തായ്വാനൊക്കെയാണ്. അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണണം ആ രാജ്യത്തിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ്. നമ്മളെ നാട് ഇപ്പോഴും പള്ളിയും അമ്പലവും ക്രിസ്ത്യൻ പള്ളിയും. ഒരാൾക്കൊരു വിഷമം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത്. പള്ളിയും അമ്പലവും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ മൂഞ്ചിച്ച് ജീവിക്കുകയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. ഭരണാധികാരികളും കണക്കാണ്, ഒക്കെ കള്ളന്മാരാണ്. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ നാട്ടിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള ആളുകളോട്, ജനങ്ങളോട് പറയാം, നിങ്ങൾ പുരയിലിരുന്ന് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കോളേ, എന്നിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാം. നമ്മളെ നാട്ടിലേക്ക് ഫണ്ട് വരട്ടെ. ഒരു ഫണ്ടും വരുന്നില്ല. നമുക്ക് കയറുകൾ പോലും നമ്മളെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നില്ല. നമ്മളെ നാട്ടിലേക്ക് വിദേശത്തുനിന്ന് പൈസ വന്നാലല്ലേ നമ്മളെ നാട്ടിൽ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ വിറ്റ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ചാമ്പി അങ്ങനെ ജീവിക്കുന്ന ഒരു ഭരണകൂടത്തിന് കുറ്റം പറയല്ല കേട്ടോ. എല്ലാവരും കണക്കാണോ, ഒക്കെ കള്ളന്മാരാണ്. ഈ രാഷ്ട്രീയക്കാരാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കാത്തത്. രാഷ്ട്രീയക്കാരോടും ഒന്നും പറയാൻ